ഹായ് കൂട്ടുകാരെ, ഞാൻ മിട്ടു എന്ന് നമ്മൾ പറയുന്ന കഥയാണ് കുട്ടിക്കുറുക്കന്റെ കൗശലം. അയ്യോ! കുട്ടിക്കുറുക്കൻ ഉറക്കെ നിലവിളിച്ചു. അവന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടിരിക്കുന്നു. കാട്ടുപാതയിലൂടെ ഒരുവിധം നടന്ന് അവൻ റോഡിലെത്തി. അതാ റോഡരികിൽ ഒരു വൃദ്ധ കുട്ടിക്കുറുക്കൻ അവരുടെ അടുക്കലെത്തി ദയനീയമായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വല്യമ്മേ, എന്റെ കാലിലെ മുള്ളൊന്നെടുത്തു തരുമോ? അവർ ഒട്ടും മടികൂടാതെ മുള്ളു എടുത്തു മാറ്റി. കുട്ടിക്കുറുക്കൻ നന്ദി പറഞ്ഞുപോയെങ്കിലും അല്പസമയത്തിനുള്ളിൽ മടങ്ങിയെത്തി. വല്യമ്മേ, എന്റെ കാലിൽ നിന്നെടുത്ത മുള്ളെന്തിയെ? ആർക്കു വേണം മോനെ മുള്ള്? ഞാനത് വലിച്ചെറിഞ്ഞു കളഞ്ഞു, അവർ പറഞ്ഞു. കുട്ടിക്കുറുക്കൻ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്കതാവശ്യമുണ്ടായിരുന്നല്ലോ. അവന്റെ കരച്ചിലും മറ്റും കണ്ടപ്പോൾ വല്യമ്മ പറഞ്ഞു, കരയല്ലേ മക്കളെ, വല്യമ്മ പകരം ദാ ഈ മുട്ട തരാം. ആ മുട്ടയും വാങ്ങി അവൻ അടുത്തുള്ള ഗ്രാമത്തിലെത്തി. ആദ്യം കണ്ട വീടിന്റെ വാതിലിൽ മുട്ടി. പുറത്തിറങ്ങി വന്ന ഗൃഹനാഥനോട് അവൻ ചോദിച്ചു, പുറത്തു നല്ല തണുപ്പ്, ഈ രാത്രി ഞാനിവിടെ ഒന്ന് കിടന്നോട്ടെ? അയാൾ സമ്മതിച്ചതനുസരിച്ച് കുറുക്കൻ അകത്തു കിടന്നു. എന്റെ കയ്യിലെ മുട്ട ഞാനീ പാത്രത്തിൽ വച്ചോട്ടെ? അതിനെന്താ? ഗൃഹനാഥൻ അതിനും സമ്മതം മൂളി. രാത്രി ആരും കാണാതെ കുട്ടിക്കുറുക്കൻ മുട്ടയെടുത്തു കുടിച്ചു. പ്രഭാതമായപ്പോൾ ഒന്നുമറിയാത്ത പോലെ കുട്ടിക്കുറുക്കൻ നിലവിളിച്ചു, അയ്യോ, എന്റെ മുട്ട എന്തു നല്ല മുട്ടയായിരുന്നു! അതാരോ എടുത്തു കുടിച്ചു കളഞ്ഞു. ഒടുവിൽ മുട്ടയ്ക്കു പകരം ഒരു കോഴിയെ തന്നെ അയാൾക്കു നൽകേണ്ടി വന്നു. കോഴിയുമായി കുട്ടിക്കുറുക്കൻ അന്ന് വൈകുന്നേരം മറ്റൊരു ഗ്രാമത്തിലെത്തി. ഒരു വീട്ടിലെത്തി ഒരു രാത്രി കിടന്നുറങ്ങുന്നതിന് അനുമതി ചോദിച്ചു. ഈ കോഴിയെ ഞാൻ എവിടെ സൂക്ഷിക്കും? തനിക്ക് അഭയം നൽകിയ സ്ത്രീയോട് കുട്ടിക്കുറുക്കൻ ചോദിച്ചു. തന്റെ ആട്ടിൻകൂട്ടിൽ സൂക്ഷിക്കുന്നതിന് അവർ സമ്മതിച്ചു. രാത്രിയിൽ സുത്രത്തിൽ പുറത്തിറങ്ങിയ കുറുക്കൻ കോഴിയെ അകത്താക്കി. പപ്പും പൂടയും കുറച്ചപ്പുറം കൊണ്ടിട്ടു. രാവിലെ കുറുക്കൻ സ്ത്രീയോട് പറഞ്ഞു, വളരെ ഉപകാരം. ഇനി ഞാൻ പോയിക്കോട്ടെ. എന്റെ കോഴിയെ തന്നേക്കൂ. തന്റെ തന്ത്രം ഇവിടെയും പയറ്റിയ കുറുക്കന് അവിടെ നിന്ന് കിട്ടിയത് ഒരാട്ടിൻകുട്ടിയെ ആയിരുന്നു. അടുത്ത ദിവസം മറ്റൊരു ഗ്രാമത്തിലെത്തിയ കുറുക്കൻ ഒരു വീടിന്റെ വാതിലിൽ മുട്ടി. തണുപ്പുകൊണ്ട് ചത്തുപോകും. ഈ രാത്രി ഒന്നു തല ചായ്ക്കാൻ ഇടം തരുമോ? വീട്ടുടമസ്ഥനോട് കുറുക്കൻ വളരെ വിനയത്തോടെ ചോദിച്ചു. വരൂ, അകത്തു വന്നോളൂ. ആട്ടിൻകുട്ടിയെ ഒരു കാര്യം ചെയ്യ്. എന്റെ മകൻ അപ്പുറത്തെ മുറിയിലാ കിടക്കാറുള്ളത്. അവിടെ കിടത്തിക്കോളൂ. അത് കേട്ടപ്പോൾ കുട്ടിക്കുറുക്കനുണ്ടായ സന്തോഷം ചില്ലറയല്ല, പാതിരയായി. ആമുമറിയാതെ അവൻ ആട്ടിൻകുട്ടിയെ ശാപ്പിട്ടു. നേരം വെളുത്തപ്പോൾ കുട്ടിക്കുറുക്കൻ പഴയ സൂത്രം പ്രയോഗിച്ചു. ആട്ടിൻകുട്ടിക്കു പകരം ഒരാടിനെ നൽകാമെന്ന് പറഞ്ഞിട്ടും അവൻ വഴങ്ങിയില്ല. ആർക്കു വേണം ആടിനെ? നിങ്ങളുടെ മകനോ? നിങ്ങളും കൂടി എന്റെ ആട്ടിൻകുട്ടിയെ കൊന്നതിനു പകരം നിങ്ങളുടെ മകനെ പകരം തന്നെ പറ്റൂ. ദയ അലപം പോലുമില്ലാത്ത ആ വാക്കുകൾ കേട്ടപ്പോൾ അയാൾക്കു ഞെട്ടലുണ്ടായി. എങ്കിലും ഭാവഭേദമൊന്നും കാണിക്കാതെ അയാൾ പറഞ്ഞു, അല്പനേരം നിൽക്കൂ. ഞാൻ എന്റെ മകനെ ചാക്കിലാക്കിത്തരാം. കുട്ടിക്കുറുക്കൻ പുറത്തിറങ്ങി നിന്നു. ഏറെ താമസിയാതെ വലിയൊരു ചാക്ക് കെട്ടുമായി പുറത്തുവന്ന വീട്ടുടമസ്ഥൻ പറഞ്ഞു, നീ ദുഷ്ടനാണ്. നിനക്ക് ഇതിനുള്ള പ്രതിഫലം കിട്ടും. ഇതാ കൊണ്ടുപോയിക്കൊള്ളൂ. നിറഞ്ഞ സന്തോഷത്തോടെ കുട്ടിക്കുറുക്കൻ ചാക്കുകെട്ടുമായി നടന്നു. അല്പദൂരം ചെന്നപ്പോൾ ആർത്തി അടക്കാൻ കഴിഞ്ഞില്ല അവൻ. വഴിയോരത്ത് ചാക്കുകെട്ടുവെച്ച് അവൻ അതഴിക്കാൻ തുടങ്ങി. മുഴുവൻ അഴിക്കേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ ഒരു കൂറ്റൻ നായ അതിൽ നിന്ന് പുറത്തു ചാടി. ജീവനും കൊണ്ട് പറന്ന കുട്ടിക്കുറുക്കൻ പിന്നീടൊരിക്കലും കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ മുതിർന്നിട്ടില്ല. കൂട്ടുകാർക്കു എന്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ.